പ്രിയപ്പെട്ടവരെ, ഈ കുട്ടിയുടെ മൗനം നോക്കി എത്ര തീക്ഷ്ണമാണ്. അവൻ്റെ കണ്ണുകളിൽ തീയാണ്, രോഷത്തിൻ്റെ തീ. അവൻ നോക്കുന്നത് അവരുടെ നാട്ടിൽ ആരാധനയെ കളിയാക്കിയ ഒരു പറ്റം താന്തോന്നികളുടെ മുഖത്തേക്കാണ്. ഒന്നും പറയാത്ത മതപണ്ഡിതന്മാരുടെ ദർബാറുകളിലേക്കാണ്. അച്ചടക്കം കൊടുക്കാത്ത ഭരണാധികാരികളുടെ മേശപ്പുറത്തേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ, ഇവൻ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചവൻ, നല്ല ഭക്ഷണം കഴിച്ച് വളർന്നവൻ. പറയാനുണ്ട്. 2026 തുടക്കം വരെ തുർക്കിയിൽ വലിയ ട്രെൻഡായിരുന്നു ഫണ്ണി ആയിട്ട് നിസ്കാരത്തെ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇസ്ലാമിലെ വളരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഭക്തിപൂർവ്വം ചെയ്യേണ്ട സുജൂദിൽ വീഴുക. കണ്ടോ ഈ ചെക്കൻ ചെയ്തതുപോലെ. കണ്ടോ, ഇതൊരു ഫണ്ണി ആയിട്ട് ഇവർ ചെയ്യാൻ ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് ഉണ്ട്. ഒപ്പം ചിരിയും മറ്റു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് എന്താ വിശ്വാസികളെ കൂടി വേദനിപ്പിക്കുന്ന രംഗം. പറയുമ്പോൾ ഒരുപാട് വിശ്വാസികൾ വസിക്കുന്ന രാജ്യമാണ് തുർക്കി. പിന്നെ യുദ്ധങ്ങളും അതിലപ്പുറം ഉണ്ടാവില്ലേ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കും. കണ്ട ആ ചെക്കൻ ചെയ്യുന്നത് നോക്ക്. വീടി വലിച്ചിട്ട് നിസ്കരിക്കുന്നു. എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ. ഒരു ഭക്തിയും ഇല്ലാത്തവർ. കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കാണിച്ചു തന്ന ഒരു രംഗം ഞാനിപ്പോൾ പറഞ്ഞു തരാം അതിനെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളത്. ബുദ്ധിയില്ലാത്ത കൗമിലെ എന്താ ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഉണ്ട്. ഒരുപാട് വീഡിയോസ് റോട്ടിലും ക്ലാസ് റൂമിലും പള്ളികളിൽ വരെ ഇതുപോലെ നമസ്കാരത്തെ കളിയാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ. ഇനിയുള്ള ക്ലിപ്പാണ് കാണേണ്ടത്. ഈ കുട്ടിയുടെ മൗനവും പറച്ചിലൊക്കെ ഒന്ന് നോക്ക്. ഒരുപാട് വാഗ്വാദങ്ങളും വിവാദങ്ങളും ചർച്ചകളൊക്കെ ആയപ്പോൾ മാധ്യമപ്രവർത്തകൻ ഈ കുട്ടിയോട് ചോദിച്ചതാണ് ഈ കുട്ടിയുടെ പക്വതയാർന്ന മറുപടി. ഭയങ്കരം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വലിയ ആളുകൾ സംസാരിക്കുന്നത് പോലെ. ശേഷം ഈ കുട്ടി ദേഷ്യം അടക്കവയ്യാതെ മൗനം പാലിച്ചപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ ഭാഷയിലൂടെ ഈ കുട്ടി പറഞ്ഞ രംഗം നോക്ക്. ഒരുപാട് വലിയ ട്രെൻഡായത്. ഒരുപാട് മീഡിയാസ് ഇത് ചർച്ച ചെയ്തു. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ശരി, താങ്ക് യു.